ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്തൃമായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹമെന്ന് അറിയിക്കുന്നു. സത്യവേദ പുസ്തകം വലുത് വന്നപ്പോൾ വലിയ പുസ്തകത്തിൽ നിന്നൊന്ന് നോക്കണമെന്നുണ്ട്, സമയം കിട്ടാത്തതുകൊണ്ട് നോക്കിയില്ല. ഏതായാലും ഏത് പുസ്തകമായാലും പഴയ ബൈബിളിൻ്റെ നമ്മളുടെ സാധാരണ കയ്യിലിരിക്കുന്ന ബൈബിളിലാണ് അതിൻ്റെ ശരിയായ ഒരു വിധത്തിലൊക്കെ ഉള്ള ഭാഷാന്തരത്തിലൊക്കെ വന്നിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ ചില ചിന്തകൾക്കായിട്ട് ചില ഭാഗങ്ങളൊക്കെ വായിച്ച് പോകേണ്ടതുണ്ട്. നിങ്ങളും കൂടെ ഒന്ന് സഹായിച്ചു പോന്നാൽ പെട്ടെന്ന് തരും. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കഞ്ഞിപ്പൊടി കഴിഞ്ഞ് പതുക്കെ പോകാം. ഇവിടെ നമുക്ക് ദൈവം മുന്നമേ കരുതി വെച്ചിട്ടുള്ള ചില സംഗതികളുണ്ട്, ചില ഗുപ്തനിധികൾ. അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനിങ്ങാണ്. പലപ്പോഴും ദൈവം എന്ന് പറയുമ്പോഴും കർത്താവ് വരുന്നവരെയും ദൈവത്തിൻ്റെ പ്ലാൻ പ്രവാചകന്മാരിലൂടെ, അതുപോലെ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട പിതാക്കന്മാരിലൂടെ എല്ലാം വെളിപ്പെടുത്തിയും പോന്നു. എന്നാൽ തുടർന്ന് കർത്താവിൻ്റെ വരവോട് കൂടി അതിൽ നിന്നും വ്യത്യസ്തമായ രീതികൾ, ആ പഴയ കാലത്ത് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഏതെല്ലാം വ്യത്യസ്തമായിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ പഴയ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിൽ പ്രധാനമായിരിക്കുന്ന രക്ഷാ സന്ദേശം ക്രിസ്തുവിലൂടെയാണ് വരുന്നത്. നമുക്ക് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൈവം മുന്നമേ കരുതി വെച്ചതാണ് ആ കാര്യം. 10-12 പോയിന്റുകൾ പറയാനുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതി അനുസരിച്ച് അത് പറയുവാനായിട്ട് ആഗ്രഹിക്കാം. ലൂക്കോസിൻ്റെ പുസ്തകം എടുക്കാം, കയ്യിലുള്ളവരെടുത്തോളൂ, വായിക്കണവർ വായിച്ച് മനസ്സിലാക്കി അത് ശരിയാണെന്ന് വിലയിരുത്താൻ കഴിയും. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ഞാൻ പറയുന്നത് ബൈബിളിൽ നിന്നാണ്, അതുകൊണ്ട് അത് വിലയിരുത്തുന്നു. ലൂക്കോസ് 1:34 തിരുവചനം ഞാൻ തന്നെ വായിക്കാം. അവിടെ പറയുന്നത് ഇതാണ്: അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കാം. 34 വാക്യത്തിലേക്ക് വരുമ്പോൾ മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദൂതൻ എവിടെയാണ് ചെല്ലുന്നത്? 30 വാക്യത്തിൽ 28 മുതൽ വായിക്കുമ്പോൾ, ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നി. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു എന്നാണ് പറയുന്നത്. ഒരാൾ ഭ്രമിക്കണമെങ്കിൽ അത്രത്തോളം ഭയപ്പാടുണ്ടാകുന്ന ഒരവസ്ഥയായിരിക്കണം. ഭ്രമിച്ചു. അത് കഴിഞ്ഞ് ഇത് എന്തോ ഒരു വന്ദനം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ദൂതൻ പറയുന്നത്, ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. പ്രിയമുള്ളവർ, ഈ ഭാഗത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നേക്കും രാജാവായിരിക്കുന്ന ആ രാജാവിനെ ചില കാലഘട്ടത്തിലേക്ക് മാത്രം മാറ്റിക്കൊണ്ട് പറയാറുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം മാറ്റിയുള്ള രാജാവല്ല, എന്നേക്കും രാജാവാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ ജനിക്കാൻ പോകുന്ന ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവചനം അത് അതിൻ്റെ 9-6-7 വാക്യങ്ങളിൽ പറയുമ്പോഴും അവിടെയും പറയണ്ടേ എന്നേക്കും. അങ്ങനെ അല്ലാണ്ട് ഒരു ദിവസം രാജാവായിരുന്നിട്ട് പിന്നെ രാജാവല്ല എന്നല്ല. വീണ്ടും എന്തായാലും അതിനെപ്പറ്റി ഒത്തിരി വചനങ്ങളുണ്ട്. വ്യത്യസ്ത പഠനങ്ങളും വ്യത്യസ്ത രീതികളും പല വിഭാഗങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ യഥാർത്ഥമായ വഴികളെ പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ എട്ടും പൊട്ടും തിരിയാത്ത എന്ന് പറയാനും പറ്റൂല. എന്നാൽ ഭക്തയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആര്? ഈ പറയുന്ന മറിയ ജീവിതത്തിലെ വിശുദ്ധിയും ഭക്തിയൊക്കെ ആയിരുന്നു. എന്നിരുന്നാലും അത് പുരുഷനെ കൂടാതെ
ഒരു മകൻ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടാവുന്ന ഒന്നാണ്. അത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിരിക്കും. കാരണം യോഹന്നാന്റെ സുവിശേഷം 1:10-11 ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവൻ രക്തത്തിൽ നിന്നല്ല ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ അവരുടെ ജന്മം ദൈവത്തിൽ നിന്നാണ് എന്ന് പറയുന്നു. അത് മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല എന്ന് പറയുമ്പോൾ തന്നെ ദൈവമാണ് വീണ്ടും ജനിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. എന്നതുപോലെ ഇവിടെ 34-ാം തിരുവചനത്തിൽ അവർക്ക് സംശയമുണ്ടാവുകയാണ്. മറിയ ദൂതനോട് ഞാൻ പുരുഷനെ കണ്ടോ, അവിടെ പറയുന്ന കാര്യം മനസ്സിലാക്കണം. ആ ജഡത്തിൻ്റെ ഇഷ്ടത്തിൽ വരുന്ന ജനനം എന്ന് പറയുമ്പോൾ ഞാൻ പുരുഷന് അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? പലപ്പോഴും ഉണ്ടാകാവുന്ന അക്കാര്യങ്ങളിലൊന്നും വലിയ കാര്യം എങ്ങനെയാണെന്നൊക്കെ അറിയാമെങ്കിലും അത് വലിയ തിരിച്ചറിവില്ലാതിരിക്കുമ്പോൾ ഇവിടെ നിന്നും അത് പുരുഷൻ തൊടാത്തതായ ഒരു കന്യകയിൽ അത് ഇങ്ങനൊരു സംശയമുണ്ടായത് വലിയ തെറ്റൊന്നുമല്ല. കാരണം സാധാരണ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന വളരെ ചെറിയ ഒരു കാര്യം എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവൾ അങ്ങനെ ഒരു സംശയം ഉണ്ടാകും. അതേസമയം സക്കറിയ പുരോഹിതൻ സംശയം പ്രകടിപ്പിച്ചപ്പോൾ അത് ദൈവം കൊടുത്തത് എന്തായിരുന്നു എന്ന് നമുക്കറിയാം. പ്രവാചകന് കൊടുത്ത ചിട്ട അല്ലെങ്കിൽ പുരോഹിതന് കൊടുത്ത ചിട്ട എന്തായിരുന്നു? ആ ഊമനായിട്ടിരുന്നു. ഇല്ലേ? നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ദൂതൻ അവളോട് ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അതിൻ്റെ 34-ാം വാക്യത്തിൽ മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായികയാൽ എന്ത് സംഭവിക്കും? അല്ല, എന്താണ് പറയുന്നത്? ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ പറയുന്ന കാര്യമാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അവിടെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് നിന്നിൽ പൂജാതനാകും. അങ്ങനെ ആ ജനിക്കുന്ന കുഞ്ഞിന് എന്തു വിളിക്കുന്ന പറയണേ? അവിടെ പറയുന്നത് നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ, അതായത് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനാണ് ആര്? യേശു ക്രിസ്തു. യാതൊരു സംശയമുണ്ടോ? ഇനി സംശയമൊക്കെ തീർത്തിട്ട് പോകാം. ഇടുക്കിയിൽ നടന്ന പോലെയുള്ള കാര്യമൊന്നും നടത്തണ്ട, ഉപദേശിമാർക്ക് പ്രത്യേകിച്ചു. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും അത് തീർത്തു പോവുകയാണ് നല്ലത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ മറിയയെ സംബന്ധിച്ച് പറയുമ്പോൾ കന്യകയായിരുന്നു. ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ നമുക്ക് അറിയാവുന്നതുപോലെ ഈ കാലഘട്ടത്തിൽ അത് സംഭവിക്കുന്നതെങ്കിൽ വേട്ടെന്ന് പറയും ഇതാരുടെയോ ആണ്. അല്ലെങ്കിൽ ഇത്തിരി കൂടുതൽ എന്തെങ്കിലും വർത്തമാനം പറയുന്നവരുമായിട്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ്റെയാണ്. ഇല്ലേ? പറയില്ലേ? ഞാനത് പച്ചനെന്ന് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, അങ്ങനെ ആ പരിഹാസത്തിൻ്റെ വലിയ ഒരു കോട്ട അവിടെ ഉണ്ടായി കാണാം. എന്നാൽ ഒരു കാര്യമുണ്ട്, ദൈവം തെരഞ്ഞെടുത്ത അവിടെ ജന്മം കൊള്ളുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് എന്ന് പറയപ്പെടുകയാണ്. ഇവിടെ അവസാനം വന്ന് അതിന് ഇവക്ക് അല്ലെങ്കിൽ മറിയയ്ക്ക് ആ സംശയം ഉണർന്നപ്പോൾ അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്നിട്ട് അവളുടെ ചാർച്ചയിൽ നിന്ന് ഒരു വ്യക്തിയെ അവിടെ ആയിട്ട് പറയുകയാണ്. അവിടെ പറയുന്നു, എക്സാമ്പിളല്ല, യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം അവളെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവൾക്കെതിരെ ശങ്കയില്ലാതിരിക്കാൻ, അവൾക്കെതിരെ വേറെ സംശയമില്ലാതിരിക്കാൻ, അത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ചാർച്ചക്കാരി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വീണ്ടും പറയുകയാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായി ഇല്ലല്ലോ എന്നാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. നോക്കണേ, ദൈവത്തിന് ഏതെങ്കിലും കാര്യം അസാധ്യമാണോ? അസാധ്യമാണോ? ഇല്ല.
ശരീരം ജീർണിച്ച് രോഗത്തിൽ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ചിലരെങ്ങനെയാ ചെയ്യുന്നത്? ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ മതി, അങ്ങ് എല്ലാം ലെവലായിക്കൊള്ളുന്നു. പ്രാർത്ഥന മുഖ്യമായ ഘടകമാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. സുഖമില്ലാതിരുന്നാൽ രോഗിയെ കാണണം. രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. ഇതെല്ലാം ബൈബിൾ തന്നെയാണ് പറയുന്നത്, അല്ലാതെ വേറൊരിടത്തു നിന്നുമല്ല പറയുന്നത്. അപ്പോൾ കർത്താവ് ഇപ്പം നമ്മോട് കൂടെയില്ല. അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 4 ദിവസം നിന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലരൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അങ്ങ് തള്ളും. അവസാനം വന്ന് കുരുക്കിൽ വീഴുമ്പോൾ വീണ് കഴിഞ്ഞിട്ടോ പിന്നെ പറയുന്നത് എന്താ? ഞാൻ ഉപദേശിച്ച് എൻ്റെ ഭാര്യ പ്രസവിക്കാറായി, അത് ദൈവം നോക്കിക്കോളും, നല്ല രീതിയിൽ തരും, വിശ്വാസമുണ്ട്. അവസാനം സാധാരണ രോഗിയെ ചികിത്സിക്കാൻ ഡോക്ടറെ അടുത്തും പോകില്ല, അതിൻ്റെ മറ്റു കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല. എന്നെ വീട്ടിൽ ഇന്നത്തെ സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് ഈ നേഴ്സുമാരെ പറഞ്ഞുവിടും. അതിനുള്ള നേഴ്സുമാരുണ്ട്. അവരെ പറഞ്ഞു വിട്ട് അത് മനസ്സിലാക്കി ആ കുഞ്ഞ് പ്രസവിക്കുന്നതിന് മുമ്പേ അവരുടെ ആരോഗ്യനില തിട്ടപ്പെടുത്തി മറ്റുള്ള മരുന്നുകൾ കൊടുത്ത് ഇന്ന് കണ്ടിന്യൂ ചെയ്തു വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ അവരെയും പറഞ്ഞ് ഞാൻ വിടുക, ഞാനാന്ന് വിചാരിച്ചോ പറഞ്ഞു വിടുക. അവസാനം വന്ന് ഇത് പ്രസവിക്കാറായി, ആശുപത്രിയിലും പോകില്ല, ഡോക്ടറെയും കാണിക്കില്ല. ഇതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളായിട്ട് നിൽക്കുമ്പോൾ തന്നെയും അത് ദൈവം നല്ല ഒരു കുഞ്ഞിനെ എനിക്ക് തരും, ആരോഗ്യകരമായ ഒരു കുഞ്ഞിനെ എനിക്ക് തരും. അപ്പോൾ എനിക്ക് പൂർണ്ണ വളർച്ചയുള്ള ഒരു കുഞ്ഞിനെ തരും. കയ്യോ കാലോ ഇല്ലാത്തത് തരാതെ നല്ല കുഞ്ഞിനെ തരയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. പക്ഷേ പ്രസവത്തോടടുത്ത് മല്ല് പിടിച്ച് കിടന്ന് വിഷമിക്കുമ്പോൾ അതിനു വേണ്ട ആധുനികമായിട്ടുള്ള ഇന്ന് കാലത്തുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ മടിക്കുന്ന ഉപദേശിമാരും ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞിടയുണ്ടായി, പത്രവാർത്തയിലൊക്കെ ചാനൽ വാർത്തയിലൊക്കെ വന്നു. ഏതായാലും അതിൻ്റെ വിശദീകരണം കൊടുക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവർ, മണ്ടത്തരം കാണിക്കുന്നതിൽ ആ മണ്ടത്തരം കാണിക്കുന്നതിനും വേണം ഒരു ഇത്. എന്നിട്ട് ഈ സ്ത്രീ പ്രസവിക്കാറായപ്പോൾ ആ ഒരു രക്ഷയില്ല. അവസാനം ദൂരവളിയും പ്രശ്നമൊക്കെ ആയിക്കഴിഞ്ഞ് പ്രസവത്തോടു കൂടി ഈ കുഞ്ഞിനെ എടുക്കാനായിട്ട് ശ്രമിച്ചു വലിച്ചെടുത്തപ്പോൾ കുഞ്ഞ് മരിച്ചുപോയി. നോക്കണേ എന്താണ് ഇതിനൊക്കെ മാനദണ്ഡം പറയുന്നത് കർത്താവ് ഇതൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് വിശ്വസിക്കുന്നവർക്ക് ഇതൊക്കെ ആകും എന്നാണ് പറയണത്. കർത്താവ് ചെയ്ത കാലഘട്ടത്തിലും ചെയ്ത സമയത്തും അത് ആരോടുള്ള ബന്ധത്തിലായിരുന്നു ചെയ്തത്, എന്തിനോടുള്ള ബന്ധത്തിലായിരുന്നു ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല. കർത്താവ് വന്നത് തന്നെ ഇസ്രായേലിലേക്കാണ്, ഇസ്രായേൽ ജനത്തിന് വേണ്ടിയാണ്. ഈ പറയുന്ന പുറമെ കിടക്കുന്ന പുറം ജാതിക്കാർക്ക് വേണ്ടി ആയിരുന്നില്ല. വന്നു കഴിഞ്ഞപ്പോൾ യഹൂദന്മാർക്കൊരു പ്രത്യേകതയുണ്ട്, അടയാളം അന്വേഷിക്കുന്നവരാണ്. അടയാളം കണ്ട് മനസ്സിലാക്കിയിട്ട് അവരെന്തിനേയും ഇത് ചെയ്യുള്ളൂ. അങ്ങനെ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഒക്കെ ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ അവർ അടയാളങ്ങൾ അന്വേഷിച്ച് തിരക്കി പോകുന്നു. എന്നാൽ ഒരു കാര്യം ഓർക്കണേ, ഈ അടയാളം അന്വേഷിച്ച് പോകുമ്പോഴും കർത്താവ് ഇവരുടെ ഇടയിൽ ചെയ്യേണ്ടതായ ഞാൻ മെശിഹയാണ്, ഞാൻ രക്ഷകനാണ്, ഞാൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ് എന്ന് വെളിപ്പെടുത്തുവാൻ എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിച്ചു, ഏതെല്ലാം പ്രവൃത്തികൾ ചെയ്തു, എത്ര പേർക്ക് സൗഖ്യം കൊടുത്തു, ഏത് പക്ഷപാതക്കാരന് സൗഖ്യം കൊടുത്തു, രക്തസ്രാവക്കാർക്ക് ഇത് കൊടുത്തു. അല്ല, ഇതൊക്കെ ചെയ്തു ദൈവം തന്നെയല്ലേ, കർത്താവ് തന്നെയല്ലേ. ഈ മടയന്ത്രം എവിടെ കിടക്കണേ? അന്ന് എന്തിനു വേണ്ടിയായിരുന്നു? യഹൂദന്മാരെ രക്ഷപ്പെടുത്താൻ, അവരുടെ വിശ്വാസം നിലനിൽക്കാൻ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു കിടക്കയിൽ വന്ന് എടുത്തുകൊണ്ട് വന്ന് കാണിക്കുക. അല്ലേ, കർത്താവിൻ്റെ അടുക്കൽ ഓട് പൊളിച്ച് താഴെ ഇറക്കി കൊണ്ടുവന്ന് നിർത്തിയേക്കുക. ആ സമയത്തൊരു കാര്യമുണ്ട്, അത് ആ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞാൽ മതി. നിന്റെ കിടക്കെടുത്ത് വീട്ടിൽ പോകാമെന്ന് പറയേണ്ടി വന്നു. കാരണം എന്താണ്? ആ എഴുന്നേറ്റ് നടക്കൽ ശാരീരികമായിട്ടാണ് അവൻ അങ്ങനെ കിടക്കുന്നതെങ്കിൽ അവൻ്റെ ആത്മാവിൽ രക്ഷ വേണം, അപ്പോൾ തന്നെ അവൻ്റെ ശാരീരിക രക്ഷ വേണം. അവന് ആ രക്ഷ കിട്ടിയെങ്കിൽ മാത്രമേ സാധിക്കൂ. അവന് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ ആ രക്ഷയില്ലാതെ നടക്കില്ല. അങ്ങനെ കർത്താവ് പറഞ്ഞോടുകൂടി അവൻ എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിൽ പോകുവാനിടയായല്ലോ. പ്രിയമുള്ളവരെ, വിവിധ രീതിയിൽ ഏതെല്ലാം നിങ്ങൾ എടുത്തു നോക്കിക്കോ. എന്നിട്ട് അവസാനത്തിന് എല്ലാത്തിനെയും സമർപ്പിച്ചത് യോഹന്നാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. അവിടെയാണ് ഇതിൻ്റെ പ്രത്യേകത കിടക്കുന്നത്.
യോഹന്നാൻ്റെ സുവിശേഷം എടുക്കുമ്പോൾ അതിൻ്റെ 20-ന്റെ 30-31 തിരുവചനം കടന്നു വരുമ്പോൾ അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഞാനിവിടെ ബൈബിളിൽ അല്ലാത്ത ഒരു കാര്യവും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, 20-ന്റെ 30-31 ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെഴുതിയിരിക്കുന്നതിനാ. ഇന്ന സംഭവങ്ങൾ ഇതൊന്നും എഴുതിയ ഈ പുസ്തകത്തിൽ കൊള്ളില്ല, ഈ ലോകത്തിൽ തന്നെ കൊള്ളില്ല. യേശു ചെയ്ത അത്ഭുതങ്ങളും പ്രവർത്തികളും രോഗസൗഖ്യങ്ങളും ഒന്നും പറഞ്ഞു തീർക്കാവുന്നതല്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ നിങ്ങൾ വിശ്വസിക്കണം. ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ദൈവപുത്രൻ ചെയ്തതാണ്, യേശു ക്രിസ്തു ചെയ്തതാണ്. ആ ചെയ്തത് കൊണ്ട് അതിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് എന്ത് വേണം? നിങ്ങളുടെ ഉള്ളിൽ ജീവൻ ഉണ്ടാകണം. ഇപ്പോൾ ആവശ്യമെന്താ? നിങ്ങളുടെ ഉള്ളത്തിൽ ജീവൻ ഉണ്ടാകുവാനും ഇത് എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് വിശ്വാസം വേണ്ടെന്നല്ല അവിടെ പറഞ്ഞത്. അത്യന്തികമായിട്ട് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അടിത്തറയുള്ളതായിരിക്കണം. അപ്പോൾ തന്നെ അതെല്ലാം കാര്യങ്ങളും അതിൻ്റെതായ വഴിക്ക് പോകും. പ്രിയമുള്ളവർ, അവിടെ അങ്ങനെ പറയാം. മർക്കോസ് 15 ഉദ്ധരിച്ചുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ സ്വീകരിച്ച വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ പറയുന്നു. പ്രിയമുള്ളവർ, തെറ്റിപ്പോവുക നമ്മൾ. അതായത് ഒരു ഭാഗത്ത് കർത്താവ് പറഞ്ഞു, നിങ്ങളെ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു എന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകണം. ഇന്ന് പലപ്പോഴും അങ്ങനെയാണ്. കൊരിന്ത്യർക്ക് ലേഖനം എടുക്കുമ്പോൾ ഇത് പറഞ്ഞു പോയത് കൊണ്ട് അവിടെ ഒന്ന് കറക്റ്റാക്കാൻ വചനത്തിൽ തന്നെ ഉള്ളതുകൊണ്ടും പറയുകയാണ്. കൊരിന്ത്യ ലേഖനം അതിൻ്റെ 8 മുതലുള്ള ഭാഗങ്ങൾ വായിക്കാം. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുന്നില്ല, പ്രവചനപരമോ നീങ്ങിപ്പോകും, ഭാഷാപരമോ നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചിങ്ങനെ പറഞ്ഞു വരികയാണ്. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. അതായത് നമ്മൾ ഈ കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി വരുമ്പോൾ അതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ അംശമായിട്ടുള്ളത് ഏതാ? അംശമായിട്ടുള്ളത് ഈ വചനത്തിൻ്റെ പൂർത്തീകരണമാണ്. ആ കാലയളവിൽ അത് പൂർത്തീകരണമായില്ല. തുടർന്നും അപ്പോസ്തലന്മാരും മറ്റുള്ള അവരൊക്കെ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പുസ്തകം തുടർന്ന് വരികയാണ്, കിട്ടേണ്ടതാണ്. അപ്പോൾ ഇവിടെ എല്ലാം പൂർണ്ണമായി കഴിയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ. അത് അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയതോടുകൂടി അത് പൂർണ്ണമാകുകയാണ്. ഇന്ന് ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അത് പൂർണ്ണമല്ല, കർത്താവ് വരുമ്പോഴാണ് പൂർണ്ണമാകുന്നതെന്ന് പറയുന്നത്. തെറ്റാണത്. അങ്ങനെയല്ല. അതായത് പൂർണ്ണമായത് എന്ന് പറയുന്നത് കർത്താവ് വന്ന് അത് കർത്താവിൻ്റെ കാലഘട്ടവും കഴിഞ്ഞ് വെളിപ്പാട് എഴുതിയതോടുകൂടി അത് പൂർണ്ണമായി വരേണ്ടത് വചനമായിരുന്നു. വചനം പൂർണ്ണമായിട്ട് വന്നു. ഈ 66 പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളെ മനസ്സിലാക്കാതെ പോയാൽ പലരും തെറ്റിപ്പോകുന്നു. ഈ 66 പുസ്തകങ്ങളിൽ അടങ്ങിയിട്ടുള്ള അന്തഃസത്തയെ ഖനിക്കും വിധം ഒരു കാര്യവും ചെയ്യരുത്. എന്തിനാണ് യശയാ പ്രവചനത്തിൽ നമുക്കറിയാം, അവിടെ രോഗം വന്ന അല്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് പറയുന്ന വ്യക്തിക്ക് അവസാനം കൊണ്ടുവന്നിട്ട് കാറ്റത്തിപ്പഴ കട്ട കൊണ്ടുവന്ന് ഇടുവാനായിട്ട് പറഞ്ഞു വരുവാൻമേൽ അത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വല്ല ദേഹത്തിലുള്ള സൗഖ്യം കിട്ടേണ്ടതിന് ആത്മാവിൽ നിനക്ക് സൗഖ്യം കിട്ടിയെങ്കിൽ നിന്റെ ദേഹത്തിന് ബലഹീനതയും കുറവുകളും രോഗവും ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കേണ്ടതാണെങ്കിൽ ചികിത്സിച്ചേ മതിയാവോ. അതിനിവിടെ വിശ്വാസവുമായി ഒരിക്കലും താതാത്മ്യം അതിൽ കൂട്ടിക്കുഴയ്ക്കരുത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ആ സത്യം മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതേ മർക്കോസിന്റെ ആ പുസ്തകത്തിൽ തന്നെ പറയുന്ന ആ ഭാഗത്തൊന്ന് നോക്കാം. മർക്കോസ് 16 മുതൽ അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് അവിടെ പറയുന്നതായ ചില കാര്യം ഒന്ന് ഓർപ്പിക്കട്ടെ. മർക്കോസ് 16 ഒന്ന് കിട്ടിയ വായിക്കാം. ശരി. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അതാണ്
പുതുഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കടിച്ചാലും അവർക്ക് ഇവിടെ രണ്ട് കാര്യം ഞാൻ പറയട്ടെ. മരണകരമായ വിഷം കഴിച്ച് എൻ്റെ തൊട്ടടുത്ത്, ഞാനത് ഒരു വേർപാടിൽ പെട്ട ആളായാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയുകയാണ്, ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനല്ല. ഒരു പാസ്റ്റർ വിഷം കടിച്ച് അങ്ങോട്ട് മരിച്ചു. അപ്പോൾ മരണകരമായ യാതൊന്ന് കുടിച്ചാലും യാവില്ല. ഒരു വിഷം തൊട്ട്, പാമ്പ് വിഷം തൊട്ട് ഒരു പാസ്റ്റർ അത് മക്കൾക്ക് വിഷം തൊട്ട് കഴിഞ്ഞിട്ട് വെച്ചുകൊണ്ടിരുന്ന് ആ കട്ടിയും മരിച്ചു. വിശ്വാസത്തിൻ്റെ പ്രമാണം പറഞ്ഞ എന്ത് വിശ്വാസത്തെ പറ്റി അറിഞ്ഞിട്ടാണ്. ഞാൻ അവർക്ക് അറിവില്ല എന്നല്ല പറയണേ, പക്ഷെ ഈ കാര്യത്തിൽ എന്തോ അജ്ഞതയില്ല. ശരി, എന്നിട്ട് പറയൂ. മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളിച്ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടവും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കും, അവരാൽ നടന്ന കണ്ടോ, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോകുന്നു. എന്തിനു വേണ്ടിയായിരുന്നു കർത്താവ് പ്രവർത്തിച്ചത്? എന്തിനു വേണ്ടിയായിരുന്നു സൗഖ്യം കൊടുത്ത്? രോഗസൗഖ്യം കൊടുക്കുമ്പോഴും ഓരോന്ന് പ്രവർത്തിക്കുമ്പോഴും മനുഷ്യന്, അത് മരിച്ച മനുഷ്യനെ ഉയർപ്പിക്കുമ്പോഴും ആ വചനത്തിൻ്റെ നിവൃത്തിയാകും വരെ ആ വചനം നിവർത്തിക്കേണ്ടതിനാണ്. വചനം പൂർണ്ണമായി അത് ഒരു മനുഷ്യനിലേക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ്. വചനം ദൈവമാണല്ലോ. ആ ദൈവത്തെക്കുറിച്ച് മനുഷ്യവർഗത്തിന് മുഴുവനായിട്ടുള്ള ഈ ലോകത്തെ സകല ജനത്തിനും ബോധ്യപ്പെടുത്തുവാൻ, കുട്ടുക്കുവാൻ, അറിയുവാൻ വേണ്ടി മാത്രമായിരുന്നു പ്രിയമുള്ളവരെ. അപ്പോൾ ഇവിടെ വെളിപ്പാട് കഴിഞ്ഞപ്പോൾ പൂർണ്ണമായത് ലഭിച്ചു. ഇനി നിനക്കും എനിക്കും വേണ്ടത്, ഇനി നിങ്ങൾക്കും എനിക്കും വേണ്ടിയത് കർത്താവായ യേശു ക്രിസ്തുവിനെ ആ രക്ഷകനായി സ്വീകരിച്ച് കർത്താവ് പറഞ്ഞ കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ മറ്റൊന്നുമല്ല. ഇത് പറഞ്ഞാൽ, ഇത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 വയസ്സായാലും ചെയ്യില്ല. ഇനിയിപ്പോൾ ഈ മരിക്കാനായിട്ടോ അല്ലാതെയോ കിടക്കുന്ന ഒരാളോട് ഇത് പോയി പറഞ്ഞാൽ മനസ്സിലാവുമോ? അതും മനസ്സിലാകാൻ പോകില്ല. പിന്നെ ഇപ്പം എന്ത് പറഞ്ഞിട്ട് എന്താ മനസ്സിലാകുന്നത്? പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ വചനം പൂർത്തീകരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാം. എബ്രായലേഖനം കൊടുക്കുമ്പോൾ അതിൻ്റെ എബ്രായലേഖനം 1:1 മുതൽ 1 വായിക്കാം. കിട്ടിയാൽ വായിക്കാം. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവിടെ പറയുന്നത് അങ്ങനെയാണ്, ഭാഗമായി അംശമായി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്തേക്ക് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുന്ന കാര്യം. അത് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അതിൻ്റെ നമുക്കറിയാം, അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതെ. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അതായത് ഈ പറയുന്ന ഭാഗമായി ഇതിങ്ങനെ എല്ലാം പൂർണ്ണമായി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പലപ്പോഴും നമുക്കത് മനസ്സിലാകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ. പക്ഷേ അത് ഈ നമ്മളുടെ വചനം അറിയാത്തത് കൊണ്ടുള്ള ഒരു രീതിയിലായി പോകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. വചനം അറിയണം. നിങ്ങൾ ആയാലും ആരായാലും അറിയണം. ഇപ്പം ഞാനായാലും അറിയാത്ത കാര്യം ഉണ്ടെങ്കിൽ അത് അറിഞ്ഞേ മതിയാവും. അറിയാതെ പറ്റൂല. അപ്പോൾ അറിയാതെ എന്തെങ്കിലും ഇതായി പോകണ്ട എന്ന് വെളിപ്പെടുത്താനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ വചനം, അതായത് നമുക്കറിയാം, അംശമായിട്ട് വന്ന് പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും എന്ന് പറയുന്നത് ഈ വചനമാണ്. അപ്പോൾ ശിശുവായിരുന്നു എന്നുള്ള എക്സാമ്പിൾ പറയുക പൗലോസ്.
പൂർണ്ണം നമ്മൾ മുതിർന്നു കഴിയുമ്പോഴോ ശിശു അല്ലല്ലോ, അപ്പോൾ നമുക്ക് പൂർണ്ണം ആകുകയാണ്. അതായത് എല്ലാം തിരിച്ചറിവും വന്നു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൻ്റേതായ പക്വതയിൽ പോകുന്നു. കാലം നോക്കിയാൽ ഉപദേഷ്ടകന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യ പാഠങ്ങളെ ഉപദേശിച്ചു തരുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ്. പിന്നെ എബ്രായലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറിയയുടെ കാര്യമാണ്. മറിയയിൽ ഭൂജാതനായ യേശു ക്രിസ്തു യഥാർത്ഥ രക്ഷകനാണ്. ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കേണ്ടവനാണ്. ദാവീദിൻ്റെ ആ സിംഹാസനത്തിൽ വാഴേണ്ടതാണെന്നൊക്കെ പറയുന്നു. അത് എല്ലാ കാലത്തും പിന്നീടുള്ള വാഴ്ചയിൽ കർത്താവാണ് എന്ന് പറയുകയാണ്. ഇവിടെ നോക്കണമേ, ഈ ശിശുവിനെ കുറിച്ച് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അതായത് മറിയയ്ക്കും സംശയമുണ്ടായിരുന്നു. എന്നാൽ ആ സംശയത്തെ അത് നീക്കുവാൻ, അത് ഒന്നുകൂടെ ശക്തമായി ഉറപ്പാക്കുവാൻ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമായതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. അതേസമയം തിരിച്ചറിവുള്ള ഒരു പരീക്ഷനോടോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രിയോടോ അല്ല അതങ്ങനെ. എന്തിനാ പറയുന്നത്? ഇവിടെ 12 അംഗ 20 അംഗ സംഘത്തിൽ 40 അംഗ സംഘത്തിലെ ഒരു വ്യക്തിയായിരുന്നല്ലോ. അത് പിന്നെ അടുത്ത രാത്രി ചെന്നിട്ട് നിത്യജീവൻ പ്രാപിക്കാൻ എന്നാ ചെയ്യണ്ടേ? അവിടെ കർത്താവ് പറഞ്ഞു പുതുതായി ജനിക്കണം. ഈ പുതുതായി ജനിക്കുന്നത് നിക്കോദോമസിന് അറിയില്ല. എന്നാ ഈ പുതുതായി ജനിക്കണം? പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏതായാലും ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകില്ല, കാരണം സമയം പോയിക്കൊണ്ടിരിക്കാം. പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പുതുതായി ജനിക്കണേ? രാത്രി ചെന്ന് ചോദിക്കുകയാണ് നിക്കോദോമസ്, പുതുതായി ജനിക്കാൻ ഇപ്പോ യോഹന്നാൻ 1:12-13 എടുക്കാം. ഇവിടെ നോക്കുക, ഇതൊരു ഗർഭപാത്രമാണെന്ന് വിചാരിച്ചോ. വരച്ചതൊക്കെ കോളം തെറ്റിപ്പോവുക. ശരി, എന്തായാലും ഇതൊരു ഗർഭപാത്രമാണെന്ന് നിങ്ങൾ സങ്കല്പിക്കാം. ഇതിലൊരു കുഞ്ഞ് ഗർഭം ധരിച്ചു. ഒരു കുഞ്ഞ് ഒരു സ്ത്രീയിൽ ഗർഭം ധരിച്ചാൽ 9 മാസം 9 ദിവസം 9 വിനായിക. ഇതാണ് പഴയ കണക്ക്. ഇപ്പോഴത്തെ കണക്ക് നോക്കി കഴിഞ്ഞാൽ മെറ്റാസിറ്റും ആസിറ്റും അന്ന് വേണ്ട സർവത്ര ഗുളിയും അല്ലാത്തതും ഏത് രോഗം മാറാനും വിഷം വേണം, ആ കഴിക്കണേനും വിഷം വേണം എന്നുള്ള കാലഘട്ടം. ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല. സാധാരണ ലെവലിൽ മുൻകാലങ്ങളിലുള്ള പ്രസവത്തിന് വേണ്ടുന്ന സമയമാണ് പറയുന്നത്. 9 മാസം 9 വിനായിക. അങ്ങനെ ഈ കണക്കിന് ഈ പറയുന്ന സ്ത്രീ പ്രസവിച്ചിരിക്കും. അതാണ് കണക്ക്. അപ്പോൾ എന്താണ് ഈ കുഞ്ഞിൻ്റെ മേൽ ഉള്ളിൽ ഗർഭപാത്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കും. വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കും. വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കും. യോഹന്നാൻ 3:3-11 വായിക്കവരെ. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല, ഒരു മനുഷ്യനും കഴിയുകയില്ല. അപ്പൊ പറയുന്നത് ഈ പുതുതായി ജനിക്കുന്നത് എങ്ങനെ രണ്ടാമത് അമ്മയുടെ വയറ്റിലേക്ക് എനിക്ക് കയറി ചെന്നിട്ട് ജനിക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ആര് പറയുന്നത്? നിക്കോദോമോസ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കണം. ആ നിക്കോദോമോസ് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞ കാര്യം കൂടി ഒന്ന് വായിച്ചേ. കർത്താവ് പറഞ്ഞ കാര്യം. നിക്കോദോമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കഴിയാനില്ല. ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും ദൈവരാജ്യത്തിൽ കടപ്പാൻ. സ്വർഗരാജ്യം ദൈവരാജ്യം ഇങ്ങനെ ഇന്റർചേഞ്ചബിൾ ചെയ്ത് പറയുന്നുണ്ട് പല ഭാഗത്തും. എല്ലാം ഒരു അർത്ഥത്തിൽ തന്നെ വരുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ അവിടെ ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ പ്രസവിക്കുമ്പോൾ അത് എന്ത് പ്രസവമാണ്? യോഹന്നാൻ 1:11-12 യോഹന്നാൻ 1-ാം അധ്യായം 12-13 വായിച്ചാലും 13 വായിക്കും.
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവത്തിൽ നിന്നാണ് ജനിച്ചതെങ്കിൽ പിന്നെ എന്ത് വേണം? വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കിടക്കില്ല, ദൈവരാജ്യത്തിൽ കിടക്കില്ല. നിക്കോദോസിന് മനസ്സിലായില്ല. ചന്നത്തിനും സംഘത്തിന് വലിയ പുള്ളിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് മനസ്സിലാകാതെ പോയി പറഞ്ഞത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടും മനസ്സിലാവുണ്ടോ? മനസ്സിലാവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരു ചിത്രം വരച്ച് ചിലപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിക്കാവുകയാണെങ്കിൽ ക്ലിക്കായിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, കയ്യിൽ നിങ്ങളുടെ ഇഷ്ടത്തിനങ്ങ് വിടുകയാണ്. ഇത് നോക്കൂ. അപ്പോൾ ഇവിടെ വന്നു. ഇപ്പോൾ എന്താണ് ആ പ്രസവിച്ച കുഞ്ഞ്? ഇത് ചോക്കിൻ്റെ കുഴപ്പമാണോ എൻ്റെ കൈ വരയ്ക്കണ കുഴപ്പമാണ്? എന്താ പറഞ്ഞ കുഞ്ഞ് പുറത്ത് വന്നു, പ്രസവം കഴിഞ്ഞു. പ്രസവം കഴിഞ്ഞ് പുറത്ത് വന്നു, മെല്ലെ വളർന്നു. ഇപ്പോൾ വളർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലോകപ്രകാരത്തെ ലോകത്തിൽ കിടന്നും ഒക്കെ എല്ലാ പാവങ്ങളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ആയി. ആ മനുഷ്യൻ ഇപ്പം എന്തായി? പാവിയാണ്. ജനിക്കാവുന്ന പാവിയുടെ സ്വഭാവത്തിലായി വരികയാണ്. അത് കഴിഞ്ഞ് ഇവിടെ നോക്കണം. ഇപ്പോ ഈ കർത്താവ് പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണ്? വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയില്ല. അതാ നോക്കുക. ഇപ്പോൾ ഈ മനുഷ്യൻ അത് ഒരു സമയം കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റെടുത്തു. കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ ഭാവത്തിനായി കടന്നു ക്രൂശിൽ അത് യാഗമായി തീർന്നു എന്ന് ഈ പുറമെ ആയിരിക്കുന്ന വ്യക്തി വളർന്നു കഴിയുമ്പോൾ, ആ വളർന്നു കഴിഞ്ഞ വ്യക്തി അവനോട് സുവിശേഷം കേട്ടുകഴിയുമ്പോൾ, അവനോട് സുവിശേഷം പറഞ്ഞു കഴിയുമ്പോൾ അവൻ സുവിശേഷം കേൾക്കുന്നു. അത് ഒന്നാമതായി സുവിശേഷം കേൾക്കുകയാണ്. രണ്ടാമതായി ആ സുവിശേഷം കേട്ട് കഴിയുമ്പോൾ അവന്റെ ഹൃദയത്തിൽ വിശ്വാസം വരികയാണ്. അപ്പൊ ഒന്നാമത് കേൾക്കണം. അതേ റോമർ 10:11 വാക്യത്തിൽ പറയുന്നു, കേൾക്കണം. രണ്ടാമതായി വിശ്വസിക്കണം. അതാണ് മർക്കോസിന്റെ സുവിശേഷത്തിലും നമ്മളോട് പറഞ്ഞല്ലോ. അത് നിങ്ങളെ പുരോഗത്തിനൊക്കെ പോയി സുവിശേഷം പ്രസംഗിക്കുകയും അപ്പോൾ ആ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ ഇവിടെ വന്ന് രണ്ടായി തിരിച്ചിട്ട് ചില വ്യക്തികൾ പറയുന്നത് എന്താണെന്നറിയോ? അത് വിശ്വാസം വേറെ, രക്ഷ വേറെ, പിന്നെ സ്നാനം വേറെ, ഏതൊക്കെ 3ഉം 4ഉം തരം ഓരോ വാക്യത്തിൽ തന്നെ പറഞ്ഞതാണ്. അതിന് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പറഞ്ഞു മാത്രം. കർത്താവ് പറഞ്ഞതിന് മാറ്റമുണ്ടോ? ഉണ്ടോ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇനി ഞാനൊന്ന് നിങ്ങളോട് പറയട്ടെ, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയാകപ്പെടും. അപ്പോൾ വിശ്വസിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ തെറ്റ്. കാരണം എന്താ വെച്ചാൽ പഠിപ്പിക്കലും തെറ്റ്. ദൈവവചനമായി അറിയാതെ ആരെങ്കിലും സായിപ്പന്മാർ മാത്രം പറഞ്ഞു കേട്ടുകൊണ്ട് കിടന്നാലൊന്നും ആ കാര്യം ശരിയാവൂല. എന്താണ് ഇവിടെ യോഹന്നാൻ 3:36 വായിക്കുക. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ആരെങ്കിലും ഒന്ന് എടുത്ത് വായിച്ചോ? യോഹന്നാന്റെ സുവിശേഷം 3:36 വായിക്കാം. വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. അപ്പൊ പുത്രനെ അനുസരിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറയുകയും അപ്പോൾ തന്നെ പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഇവര് പറയുന്നത് ശരിയാകുന്നു? അതെങ്ങനെ? അതൊന്നൊന്നും പറയണ്ടേ? ആ പാഠം അറിയാത്തവർക്കറിയാം. ഇത് കേൾക്കും. പുത്രനിൽ വിശ്വസിക്കുന്നവനോ നിത്യജീവനുണ്ട്. സെയിം ടൈം പുത്രനെ അനുസരിക്കാത്തവനോ ഇവിടെ അനുസരിക്കാതെ ജീവൻ കിട്ടുമെന്ന് പറഞ്ഞ് നടക്കണവരാ. വിശ്വാസമാണ് ആദ്യം വേണ്ടത്. ശേഷം ആ വിശ്വസിച്ച മനുഷ്യന് വേണ്ടതായ കാര്യങ്ങളാണ് ഇവിടെ ക്രമപ്പെടുത്തി പറയുന്നത്. ഒന്നാമതായി വചനം കേൾവി, രണ്ടാമതായി വിശ്വാസം, മൂന്നാമതായി മാനസാന്തരം. അതെല്ലാം മാനസാന്തരപ്പെടാൻ ഞാൻ നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ചു പോകും. ലൂക്കോസിന്റെ പുസ്തകം 3:3 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. അറിയാമോ? വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ മാനസാന്തരപ്പെട്ട വ്യക്തിയാണ് ഏറ്റു പറയേണ്ടത്. റോമർ 10:9 ഏറ്റു പറഞ്ഞാൽ മതി. കാരണം കൊണ്ട് വിശ്വസിച്ചാൽ മതി.
അപ്പോൾ പിന്നെ സ്നാനം ഇല്ലെങ്കിലും അവിടെ ചെല്ലാന്ന് സ്വപ്നം കണ്ടാൽ മതി. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാവുന്നു. ഈ ജഡത്തിൽ നിന്ന് ജനിച്ചതാണ് ഇവിടെയുള്ള മനുഷ്യൻ. അതേസമയം ആത്മപ്രകാരം ജനിക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞ വെള്ളത്താലും ആത്മാവിനും ആലും അല്ലാതെ സ്വർഗരാജ്യം കാണാൻ പറ്റില്ല. അത് ദൈവരാജ്യത്തിൽ നീ കടക്കണോ, ഇത് ചെയ്യണം. അപ്പോൾ നിക്കോദോമോസ് തന്നെ പറഞ്ഞു, വാർത്തകത്തിൽ ഇനിയിപ്പോൾ എങ്ങനെയാ ഇത് നടക്കാൻ പറ്റുമോ, സഹായിക്കണ കാര്യമാണോ? അതിനാ പറഞ്ഞത്. അപ്പോൾ എന്താണ്, നിക്കോദോമോസിന് ഇപ്പോൾ ഒരു 95 വയസ്സായിരുന്നു കൂട്ടുക. അത്രയൊന്നും ആയിക്കാളായിരിക്കും ആ കാലഘട്ടത്തിൽ. അല്ല, 95 വയസ്സായിരുന്നു കൂട്ടിക്കോ. ഈ 95 വയസ്സായ ആൾ വെള്ളത്തിലിറങ്ങാൻ പഠിക്കും. 95 വയസ്സായ ആൾ യഥാർത്ഥമായിട്ടുള്ള സുവിശേഷം കേട്ടതാണെങ്കിൽ, അവന്റെ ഹൃദയത്തിൽ മാനസാന്തരം വന്നു എങ്കിൽ, അവൻ വിശ്വസിക്കുന്നത് അത് ഏറ്റു പറയുന്നു എങ്കിൽ, ആ കൽപ്പന അനുസരിക്കുവാൻ അവൻ ബാധ്യസ്ഥനാണ്. വിശ്വസിക്കുകയും സ്നാനമെടുക്കുകയും ചെയ്യുന്നവനാ രക്ഷിക്കപ്പെട്ടു, അല്ലാത്തവരെ രക്ഷിക്കപ്പെടില്ലാട്ടോ. ഞാനിങ്ങനെ മുമ്പത്തേക്ക് നിൽക്കുമ്പോൾ കുറച്ച് എവിടെ ചരിഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കിട്ടിയ സാഹചര്യം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്തായാലും വചനം പറയുന്നത് പൂർണ്ണമാണ്. ഓരോ നാണയത്തിൻ്റെ എക്സാമ്പിൾ പറയാം. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളുണ്ട്. നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ ഒരു 500 രൂപ തരാം. ആ 500 രൂപയുടെ 500 തരുന്നേക്കണ വശം ഇല്ല എന്ന് കൂട്ടിക്കോ. എവിടെയെങ്കിലും കൊണ്ടുകൊടുത്ത് നിങ്ങളത് മാറ്റിയെടുക്കാൻ ഞാൻ പറയുമ്പോൾ കേൾക്കാം. ഇത് തന്നെയാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. പക്ഷെ പൗലോസിൻ്റെ ഇതെന്താ ഇങ്ങനെ ഈ അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസ് പറയുന്ന ഭാഗങ്ങളിലൊന്നും ഇതിന് വലിയ കോണ്ടാക്ട്, അതായത് ഊന്നൽ കൊടുത്ത് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം പിടിച്ചുകൊണ്ട് ചിലരെങ്ങനെ സംസാരിക്കുക. ബൈബിളിൻ്റെ ആകത്തുകയല്ല. പൗലോസിൻ്റെ അന്നത്തെ മുഖ്യ വിഷയവും അതായിരുന്നില്ല. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നും വരാനിരിക്കുന്ന മെസ്സിഹയാണെന്നും അവർക്ക് തെളിയിച്ചു കൊടുക്കലായിരുന്നു. അത് സ്നാനം വേണ്ടെന്നൊന്നും എവിടെയും പറഞ്ഞിരുന്ന പോലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് പറയാനുണ്ട്. ഞാൻ പ്രിയമുള്ളവരെ, ഇപ്പോൾ ഇവിടെ ജനിച്ച ശിശു വളർന്ന് കഴിഞ്ഞു, അവന് സുവിശേഷം കേൾക്കാനുള്ള സംഗതി ആയി. അതിന് ഈ ചിലരെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിശുവിനെ കൊണ്ടുവന്ന് സമയമുണ്ടില്ല, ശിശുവിനെ കൊണ്ടുവന്ന് വെച്ച് സ്നാനപ്പെട്ടു. എന്തിനാ ശിശുവിനെ കൊണ്ടുവന്ന് സ്നാനപ്പെടുന്നത്? ഇത്രയും വലിയ മണ്ടത്തരം വേറെ ഏതെങ്കിലും ഉണ്ടോ? ശിശുവിനെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്താൻ ബൈബിളിലെ വ്യവസ്ഥയില്ല. ആ ചിറ്റപ്പനെ കൊണ്ട് പറയാണ്, കള്ളും കുടിച്ച് തോന്നിയാൽ വന്ന് നിൽക്കുന്ന ചിറ്റപ്പനോട് പറയാണ്, അവനെ ഉത്തരവാദിത്തപ്പെടുത്തി ഫസ്റ്റ് ഉത്തരവാദിത്തപ്പെടുത്തിപ്പെടുന്ന ആളും ഫസ്റ്റ്. അവനെ ഈ കൊച്ചിന് മാമോദിസ വേണമല്ലോ എന്ന് വിചാരിച്ച് അപ്പോഴായിരിക്കും കണ്ടു കൊടുക്കുന്നത്, തട്ടി അടിപ്പിച്ച് പോയി ചടയെന്ന് ഒരു കുളിച്ച് ഏതായാലും പള്ളി പോകല്ലേ, ഇതുവരെ പോയിട്ടില്ലല്ലോ, ഒന്ന് പോകാമെന്നും പറഞ്ഞ് പോണത്. എന്നിട്ട് എല്ലാ ഉത്തരവാദിത്വവും അവകാശവും എല്ലാ കാര്യവും ഏൽപ്പിച്ചു കൊടുക്കണം ചിറ്റപ്പന്. ആ ചിറ്റപ്പനെ പിടിച്ച് ഇതിൽ മുഖ്യ എന്താണ് കുഴപ്പം? അവനാണ് പാവം ചെയ്ത് കുഴപ്പമായി കിടക്കുന്നത്. ആ കുഴപ്പമായി കിടക്കുന്ന ചിറ്റപ്പനെ ആദ്യം എന്ത് ചെയ്യണം? വെള്ളത്തിലിറക്കണം. വെള്ളത്തിലിറക്കി മുക്കണം. മുക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് മുക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ എന്താ ചെയ്യേണ്ടത്? ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഒരു മൂറാനാണ് എന്നും പറഞ്ഞ് അവിടെ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ എന്തൊക്കെ അറിയിക്കും. എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നു. സത്യം പറഞ്ഞ ആളുകൾക്ക് ഇഷ്ടമാവില്ല കേട്ടോ, പലർക്കും ഇഷ്ടമാവില്ല. അപ്പോൾ നോക്കാം, ഈ കുഞ്ഞ് വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത് എടുക്കുന്ന ബാപ്റ്റിസം എന്ന് പറയുന്നത് ഇതാണ്. ഇത് വെള്ളത്തിലായിരുന്നു. ആ വെള്ളം കംപ്ലീറ്റ് പുറത്തു പോയി ആ സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിൻ്റെ വളർച്ചയിൽ കർത്താവിനെ ഏറ്റെടുക്കാൻ, കർത്താവിൻ്റെ വചനം കേട്ട് വിശ്വസിക്കാൻ അവന് ഏത് സമയമാവുന്നു അവിടെയാണ്. അതുവരെ അവർക്കൊരു ശിക്ഷാവിധിയുമില്ല. ദൈവവചനം പറയുന്നതാണ്, നന്മ തിന്മകളെ വേർതിരിച്ചറിയുന്നത് വരെ അവനെ ശിക്ഷിക്കാൻ ദൈവത്തിന് പോലും കഴിയുന്നില്ലെന്ന വചനം പറയണേ. അപ്പം അങ്ങനെയെങ്കിൽ അങ്ങനെ വന്നിട്ട് വചനം കേട്ടിട്ട് ഈ വചനത്തെ തള്ളിക്കളയുന്നതാണ് യഥാർത്ഥ ഭാവം. കേട്ടു, അവൻ അറിയാതെ കൊണ്ട് പലതും ചെയ്തു.
എന്നാൽ ആ പലതും ചെയ്തു കഴിഞ്ഞപ്പോഴും അവൻ ഇത് തിരിച്ചറിവില്ലാത്തതാണല്ലോ ചെയ്തത് എന്ന് പറഞ്ഞ് സുവിശേഷം കേൾപ്പിക്കുന്നു. ആ സുവിശേഷം കെട്ടയുടെ മോനെ, നിനക്ക് ഒരു രക്ഷകനുണ്ട്, നിനക്കൊരു കർത്താവുണ്ട്, അവൻ നിന്നെ നോക്കിക്കൊള്ളും, അല്ലെങ്കിൽ നിന്റെ ജീവന് കാവക്കാരൻ അല്ലെങ്കിൽ നിന്റെ ജീവന് ഉത്തരവാദി അവിടെയാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. എന്നിട്ട് എന്ത് ചെയ്യും? പലരും ഇതിനെ തള്ളിക്കളയും, പുച്ഛിച്ചു കളയും. ഇതായ ഏറ്റവും വലിയ പാവത്തിൽ ഏറ്റവും വലിയ പാവം എന്ന് പറയുന്നത് പുത്രനെ തന്നിട്ടും അംഗീകരിക്കാൻ കഴിയാതെ. പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്? വീണ്ടും തമ്പിസാറോട് കാര്യം ചെയ്തു. മകേഷ് ഇങ്ങനെയാണ് വെള്ളത്തോളം പറഞ്ഞു. മകേഷ് ഹൃദയംഗമായി അത് വിശ്വസിച്ചു. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ദൈവത്തോട് ചേരാനാണെന്ന് മനസ്സിലാക്കി. കർത്താവിൻ്റെ ശരീരത്തോട് മിങ്കിളാകാനാണെന്ന് മനസ്സിലാക്കി. ഇതെല്ലാം മനസ്സിലാക്കിയ സഹോദരൻ എന്ത് ചെയ്തു? ഇവിടെ കർത്താവിനെ ഹൃദയംഗമായി ഏറ്റുകൊണ്ടു. ഞാൻ ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. പാപത്തിന്റെ പരിഹാരത്തിനായി ലോകത്തിൽ വന്ന് ഞങ്ങൾക്ക് അടിയങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടിയും ആ പാപപരിഹാരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മതി. അപ്പം അല്ലാതെ വേറെ പ്രവൃത്തി 8:32 ഭാഗത്ത് വരുമ്പോൾ അവിടെ പറയുന്ന ഷണ്ണൻ എന്താ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞ് സ്നാനപ്പെടുന്നതിന് എന്താ വിരോധം? അവർ വിരോധമില്ല. നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അത് പോയി ഏറ്റു പറഞ്ഞു. ആ ഏറ്റു പറഞ്ഞ് സ്നാനം കൊടുത്തു. യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് അതായത് ഏറ്റു പറഞ്ഞു. യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നാനം കൊടുത്തു. അല്ലാതെ അവസാനം വന്നു. ഇവ മകേഷ് എവിടെയാ? മകേഷ് ഇങ്ങനെ അല്ലാട്ടോ നോക്കണേ. ശരിക്കും പറഞ്ഞാൽ സ്നാനം എടുക്കണേക്ക് മുമ്പുള്ള സീനാണ്. ഇനി സ്നാനം എടുക്കുമ്പോൾ ഇതാണ്. സ്നാനം എടുക്കുമ്പോൾ ഇതാണ്. അടക്കം ചെയ്യുകയാണ്. ഇങ്ങനെ കൊണ്ടുപോയി അടക്കം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പമ്പിതാരമായിട്ട് കൊണ്ടുവന്നു ഏറ്റുപറഞ്ഞു, വിശ്വസിച്ചതൊക്കെ ചെയ്തു. ഇപ്പോൾ സ്നാനം എടുക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുദ്ര ഇവിടെ വരികയാണ്. പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയിൽ പ്രവേശിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര കൊണ്ട് സീൽ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, ആരാണ് ഇപ്പം കേവലം ലോകപ്രകാരമുള്ള ഒരു മകേഷ് അല്ല, ദൈവത്തിൻ്റെ മകനാണ്. ദൈവത്തിൻ്റെ മകനുള്ള പ്രാഗൽഭ്യം എന്താണ്? പ്രധാനമന്ത്രി ഇരിക്കുന്ന ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ലോകപ്രകാരം. പക്ഷേ അതിനേക്കാൾ ശ്രേഷ്ഠകരമായ സ്ഥാനത്തേക്ക് നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്. നമ്മൾ രാജ്യത്തിൻ്റെ അവകാശികളാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. അത് നോക്കണേ, എന്തെല്ലാം പേരിൽ നമ്മളെ മഹിമപ്പെടുന്നു ദൈവം. അപ്പോൾ ഇവിടെ സ്നാനം പെട്ടു മയിട്ട് പുറത്തു വന്നു. ഇനി എന്ത് വേണം? ഇനി മകേഷ് കുറ്റകരമായ കാര്യങ്ങളിലേക്ക് പോകാതെ, പാപജീവിതത്തിലേക്ക് പോകാതെ, വചനം എന്താണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്, വചനം എന്താണോ പറയുന്നത്. അപ്പോൾ ഈ സ്നാനമേറ്റ ആളുകൾക്കാണ് എന്തിനു പറ്റുള്ളൂ? തിരുവത്താഴത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ തിരുവത്താഴത്തിൽ പങ്കെടുക്കാനും ആരാധനയിൽ പങ്കെടുക്കാനും അതുപോലെ സഭ നിർദ്ദേശിക്കുന്നമായ യോഗങ്ങളോ കാര്യങ്ങളോ വെക്കുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കാനും പൂർണ്ണമായിട്ടും അതിൽ ജീവിക്കുമ്പോൾ ഈ വന്ന് കയറിയിട്ടുള്ള ആത്മാവ് വേറെ ഏതെങ്കിലും ആത്മാവല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് എന്ന് യോഹന്നാൻ 1:12 പറയുമ്പോൾ ഇപ്പോൾ പുത്രമുഖാന്തരം ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ചു കഴിഞ്ഞു. ഇനി കർത്താവിൻ്റെ അപ്പസ്തലൻ പറഞ്ഞു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്ന ഗലാത്യലേഖനത്തിൽ പറയും. അപ്പോൾ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനുള്ളത് എവിടെയാണ് എന്തൊക്കെയാണെന്ന് ഉയരത്തിലുള്ളത് ചിന്തിപ്പേൻ. ഫിലിപ്പിയർ 3:3. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇനി ഒരു പുതുജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. ആരുടെ? മകേഷ് ഇനിയിപ്പോൾ ഈ സെക്കൻഡിൽ മരിച്ചു പോയാൽ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, ഒരു എക്സാമ്പിളായിട്ട് പറയുന്നു. മകേഷ് ഇപ്പോൾ മരിച്ചാൽ, എപ്പോൾ മരിച്ചാലും
ഈ മുമ്പേ പറഞ്ഞതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുവെങ്കിൽ ആ ആത്മാവിന്മേൽ ഒരധികാരവും വേറെ പിശാചില്ല. ഉണ്ടോ? ഇല്ല. ആ ആത്മാവ് നിത്യമാണ്. ആ ആത്മാവ് സ്വർഗത്തിലേക്ക് രണ്ടാമത് ആനം ചെയ്യും. അതായത് പുതിയ ശരീരം നമുക്ക് കിട്ടും. നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ ശരീരം പോകും, എന്നാൽ പുതിയ ശരീരം നമുക്ക് കിട്ടും. അങ്ങനെ ആയിത്തീരുന്ന ഒരു സന്ദർഭമാണ് നമ്മൾക്കുള്ളത്. നിത്യമായ ഭാഷയിൽ നിത്യമായ ഒരു നിത്യതയ്ക്ക് നമ്മൾ ഉപകരിക്കാറാകുകയാണ്. അത് കുറച്ച് കാലം എന്നൊന്നും ബൈബിൾ പറയുന്നില്ല. ഒരു നിത്യതയ്ക്ക് അതിന് കാലവുമില്ല, അവസാനവുമില്ല. എവിടം വരെയാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഒരാളും അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല. പിന്നെ ആയിരമാണ്ട് എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ അത് വേറെ ഇതുമായിട്ട് എടുത്ത് വചനത്തിലൂടെ വേറെ കാര്യങ്ങളിലൂടെ പോയി അത് 1000 ഉണ്ടെന്ന് സ്ഥാപിക്കുമ്പോൾ തന്നെയും വചനം പറയുന്നത് 1000 ആണ്ടിനെ സംബന്ധിച്ച് പത്രോസ് പറയുമ്പോൾ എന്താ പറയുക? പത്രോസ് 3 അതൊന്ന് വായിക്കാം. കർത്താവിൻ്റെ ദിവസമോ കടലിനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, ഭൂമിയും അതിലുള്ള പണികളും വെന്ത് പോവുകയും ചെയ്യും. എന്നിട്ടോ ഏട്ടെന്ത് പറയുന്നു? 3 അതിൻ്റെ 10 അവിടെ സ്നാനത്തെ പറ്റിയും പറയേണ്ട ചില കാര്യങ്ങൾ പ്രിയമുള്ളവർ നമ്മൾ മനസ്സിലാക്കുക. 2 പത്രോസ് 3:9 മുതലാണ്, ഒന്നല്ല. അവിടെ പറയുമ്പോൾ ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാക്തത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങൾ ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൂടെ മുഴുക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾക്ക് തേടുകയും ചെയ്യും. ഈ വാക്തത്വം നമുക്ക് ഉള്ളതുകൊണ്ട് അത് പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. ഇവിടെ വീണ്ടും വന്നിട്ട് അതിൻ്റെ അവസാന ഭാഗത്ത് ആകാശവും ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ള ദിവസം വരും. അപ്പോൾ ആകാശവും ഭൂമിയും ഒന്നും അവിടെ പിന്നെ നിലനിൽക്കുന്നില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയാം. കർത്താവിൻ്റെ ദിവസം 1000 ദിവസം എന്താണ് ഒരു ദിവസം പോലെയും അത് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഇവിടെയും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അതായത് ആ 1000 ദിവസത്തെ ഒരു ദിവസം പോലെ ഇവിടെ പറയും. എന്തുവാട്ടെ ഇനിയിപ്പം നമ്മൾ ആ ഒരു ദിവസം കുറയ്ക്കുകയാണ്, ആ ഒരു ദിവസം 1000 ആണ്ടിൻ്റെ ഫലം ചെയ്യൂ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ അതായത് ഇപ്പോൾ ഇത് പുതിയ ജന്മം നടന്ന വ്യക്തിക്ക് അവൻ്റെ മേൽ എന്തില്ലെന്നുള്ളതാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം എടുക്കാം. വെളിപ്പാട് പുസ്തകം 20:6 വരുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം 20:6 ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ള മനുഷ്യൻ എന്താണ്? ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. എന്നിട്ട് അവരുടെ മേൽ രണ്ടാം മരണത്തിന് യാതൊരു ഇടയില്ല, അധികാരമില്ല. മതി അവന്റെ മേൽ രണ്ടാം മരണത്തിന് ഒരധികാരവുമില്ല. കാരണം ഒരിക്കൽ മരിച്ചു. എങ്ങനെ മരിച്ചത്? പാപജീവിതം കൊണ്ട് നടന്നായ ആ മനുഷ്യൻ മരിച്ചു. അവന്റെ പാപം മരിച്ചു. മരിച്ചതിന് ശേഷം വീണ്ടും അത് അവനെ അടക്കം ചെയ്തു. അതിനുശേഷം അതാണ് ഈ ശവക്കോട്ടയാണ് അടക്കം ചെയ്തു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും അവനെ ഉയർപ്പിച്ച് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കാണ്. ഇപ്പോൾ പുതിയ മനുഷ്യനാണ്. ഈ പുതിയ മനുഷ്യൻ ഇനിയൊരു മരണത്തിന് അവകാശമില്ലെന്നാ പറയുന്നത്. രണ്ടാം മരണത്തിന് അവകാശമില്ല. അല്ലാത്തവർക്ക് 2 മരണമുണ്ട്. ഇവിടെ ജീവിക്കുമ്പോൾ 1 മരണമുണ്ട്. അത് കഴിഞ്ഞ് അവസാനം തീയിലേക്ക് തള്ളിയിടുമ്പോൾ അവിടെയുണ്ട് മരണം. മരിക്കാതെ വരും. അപ്പോൾ ഈ കർത്താവിനെ ഏറ്റു പറഞ്ഞ് വിശ്വസിച്ച് രക്ഷയിലേക്ക് വന്ന മഹേഷിന് ഇനി രണ്ടാമതൊരു മരണത്തിന് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും മുന്നോട്ട് പോവുകയും ചെയ്താൽ അങ്ങനെയില്ലെന്നാണ് പറയുന്നത്. രണ്ടാം മരണത്തിന് അവകാശമില്ല. പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക, ഏകരീതിയിൽ ശിശുവിനെ സ്നാനപ്പെടുത്തുന്നതല്ല ഇതിന് ശരിയെന്ന് പറയാൻ കാരണം
ഒരിക്കലും അറിയാത്ത കുഞ്ഞിനെ സ്നാനപ്പെടുത്തുവാൻ വ്യവസ്ഥയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞിനെ സ്നാനപ്പെടുത്തിയിട്ട് അവനതിനെ പറ്റിയൊന്നും അറിയുന്നു. അതിൽ 5 വിധ കാര്യങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. അത് ആ നടക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ശിശുവായിരിക്കുമ്പോഴല്ല. ഒന്ന്, അവൻ വചനം കേൾക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, ആ വചനത്തിൽ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്, അവനൊരു പാപിയാണെന്ന് അവന് തന്നെ ബോധ്യം വരേണ്ടിയിരിക്കുന്നു. നാലാമത്, ഒരു രക്ഷകൻ, ആ പാപത്തിന് മതിയായ ഒരു രക്ഷകൻ ലോകത്തിലേക്ക് ദൈവം അയച്ചിട്ടുണ്ടെന്ന് അവൻ ആ ബോധ്യം വരുന്നു. ആ രക്ഷകനാണ് യേശുക്രിസ്തു. ക്രൂശിൽ യാഗത്തോടു കൂടി അത് പൂർണ്ണമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവനാണ്, അവനാണ് വേണ്ടത് സ്നാനം. അല്ലാതെ വെറുതെ ഇരിക്കുന്ന കുഞ്ഞിനൊന്നും അല്ല വേണ്ടത്. അങ്ങനെ ആ സ്നാനം ഏറ്റു വന്ന് വീണ്ടും അവൻ്റെ ജീവിതം ക്രമപ്പെട്ട് ഞാൻ പറഞ്ഞ പോലെ നടക്കുമ്പോൾ അവന് രണ്ടാം മരണത്തിന് അവകാശമില്ല. അതായത് ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഒരച്ഛന് ഏതായാലും വീട്ടിലൊരു പൂച്ചയുണ്ടായിരുന്നു. ആ പൂച്ച അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്തു ഒരു സമയം. ആ പൂച്ച കുഞ്ഞിനെടുത്തുകൊണ്ട് അവനെ കൊണ്ടുപോയിട്ട് അവിടെ തൊടിയിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടാന്നു. കൊണ്ട് ചെടിയിൽ ഉരുവിത്തി അവിടെ ഇട്ടേച്ച് പോകുന്നു. ഒറ്റ കഴിഞ്ഞ് ഭയങ്കര സ്മെല്ല്, ജാനിക്ക് കുറിയൊക്കെ ഭയങ്കര സ്മെല്ല് വരും. അപ്പം നോക്കുമ്പോൾ അപ്പോഴേ മോനെ നീ ആ പൂച്ചക്കുഞ്ഞിനെ കുഴിച്ചിട്ടില്ലായിരുന്നോ? പോവാ. അതിനില്ല, അച്ഛനെന്താ കാണിച്ച് പഠിപ്പിച്ചേക്കണേ? അച്ഛൻ മരിച്ചവരെ കുടിച്ചിടുമ്പോൾ ഈ ഇച്ചിരി മണ്ണം കെടും. അവനും ഒരിച്ചിരി മണ്ണം കെടുത്ത് കിട്ടും. എന്നുവെച്ചാൽ അവൻ പോന്നു. പൂച്ച കാരി തുടങ്ങി കഴിഞ്ഞപ്പോൾ അതാ അത് ചെറിയ താഴ്പ്പല്ല കേട്ടോ, ഒറിജിനാലിറ്റി സ്നാനമായി പൂർണ്ണമായും കുടിച്ചിടണം. അല്ലാതെ തളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും മാറും. അതിനേക്കാൾ നല്ലത് പൂർണ്ണമായിട്ട് ആ നിയമജനം, പൂർണ്ണമായ നിയമജനമാണ്. ആകയാൽ പ്രിയമുള്ളവർ, ഞാൻ പറയട്ടെ, അതായത് കൺകുളി ചെയ്യാൻ പോവാണ് മറിയയ്ക്ക്, അതായത് ഒരു കുഞ്ഞിനെ ലഭിക്കും. ആ മറിയ പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. ലൂക്കോസിൻ്റെ പുസ്തകം എടുക്കുമ്പോൾ അവിടെ പറയുന്നത് അതിൻ്റെ 70-ാം വാക്യത്തിൽ വരുമ്പോൾ 77-ാം വാക്യം പറയണം. നമ്മുടെ ദൈവത്തിൻ്റെ ആദരണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാ പരിജ്ഞാനം കൊടുപ്പാനായി നീ അവന് മുമ്പായി നടക്കും. സക്കറിയ പ്രവാചകനോട് പറയുന്ന വാക്കാണത്. അതിൻ്റെ 1-ന്റെ 70-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവളെ പറയുന്ന ഒരു കാര്യം കൂടി ഓർപ്പിക്കുക. 76-ാം വാക്യം, നീയോ പൈതലേ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, കർത്താവിൻ്റെ വഴി ഒരുക്കുവാൻ. അത് എന്താ അവിടെ 66-ാം വചനം 1-ന്റെ, കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞു, കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായി. ഇവിടെ നോക്കുക, നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ആ അധ്യായത്തിൽ തന്നെ കടന്നു വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ അതിൻ്റെ 30 ഒരു തിരുവചനം കൂടി അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഞാൻ ഓർപ്പിക്കാനായിരുന്നു. 57 ശരി, ആ ഒരു അതിനും കൂടി ഓർപ്പിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അത് എഴുതിക്കൊണ്ടെന്നായിരുന്നെങ്കിൽ മറന്നു പോകില്ല. കാരണം എഴുതിക്കൊണ്ട് ഇന്ന് എഴുതി കൊണ്ടുവന്നില്ല, കിട്ടിയത് പറയാം. അതെന്തായാലും കിട്ടിയ മെസ്സേജ് കിട്ടിയവർക്ക് കിട്ടി, അല്ലാത്തവർക്ക്. ഏതായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഞാൻ നിർത്താൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആ കന്യകയായ അവർക്ക് ഉണ്ടായിരുന്ന ആ വിശ്വാസവും ജീവിതത്തിൽ ദൈവമുണ്ടെന്നൊക്കെ അവർ വിശ്വസിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇത് പെട്ടെന്ന് കൃപ ലഭിച്ചവളെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവൾക്കുള്ള ആ ശബ്ദം അത് ചെവിയിൽ കേട്ടപ്പോൾ തന്നെ സംഭ്രമമുണ്ടായി, പരിഭ്രമമുണ്ടായി. അപ്പോൾ അത് വെട്ടുമ്പോഴും അത് അങ്ങനെ അറിയാത്തൊരു ആളായതുകൊണ്ട്, ആ സമയം അവരങ്ങനെയാണ് ആയതുകൊണ്ട് അവരെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആ കാര്യം ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് ചാറ്റക്കാരിൽ ഇങ്ങനെ അവളും ഗർഭിണിയാണ് എന്നൊക്കെ പറയുന്നു. പരിശുദ്ധാത്മാവ് ഇതിൻ്റെ മേൽ വരും, അവന് വിശുദ്ധ കുഞ്ഞിനെ ഇന്ന പേര് വിളിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ കുറച്ചുകൂടെ ഉറപ്പ് നൽകിക്കൊണ്ട് പറയുകയാണ്. നമുക്ക് എത്രമാത്രം ഉറപ്പുണ്ട് ജീവിതത്തിൽ. പലപ്പോഴും നമ്മളുടെ ഉറപ്പൊക്കെ വേറും ഒരു ഇതായിട്ടാണ് വന്നത്. നമ്മളുടെ ഉറപ്പ്, വിശ്വാസത്തിൽ ഉറപ്പ് നമുക്കുണ്ടാവുകയും അവരോട് പറഞ്ഞോന് ഒരു കാര്യം കൂടി ഉറപ്പിയിട്ട് ഒരിക്കലും ഈ സ്നാനം എടുത്തില്ലെങ്കിൽ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സ്നാനപ്പെടണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ വിശ്വസിക്കുകയും
വിശ്വസിച്ചാൽ മതി എന്ന് എവിടെയെങ്കിലും ഒരു വാക്യം നിങ്ങൾക്ക് പറയാമോ? ഉണ്ട്. പൗലോസ് പറഞ്ഞോടത്തൊക്കെ ആ വിശ്വാസത്തെക്കുറിച്ച് മാത്രം പറയുന്നതുകൊണ്ട് അതങ്ങനെ പറയാം. കഥാവായ യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നീ നിൻ്റെ കുടുംബം പ്രാപിക്കും. അങ്ങനെ പല ഭാഗവും പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ കർത്താവിന് ഹൃദയം കൊണ്ട് ഏറ്റുപറയണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. എന്തിനാണ് ഏറ്റുപറയണത്? ഞാൻ വിശ്വസിച്ചു എന്ന് ഏറ്റുപറയണത് എന്തിനാണ്? ആ ഏറ്റുപറയുന്നത് എൻ്റെ പുറമെയാണ് ഈ ചെയ്യേണ്ട കാര്യം. ഏറ്റുപറയണം, ഏറ്റുപറഞ്ഞേച്ച് ഇത് ചെയ്യണം. ഏത്? കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം പഠിക്കുമ്പോഴെങ്ങനെയാണ് പഠിക്കണത്? യേശു അടുത്ത് ചെയ്യുന്ന സകല മനുഷ്യർ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുകയും സ്ഥാനം എടുക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ രക്ഷിക്കപ്പെടുമ്പോൾ അവരെ എന്ത് ചെയ്യണം? പിന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുമ്പോൾ ശിക്ഷപ്പെടുത്തി സ്നാനം കൊടുക്കാനാണ് പറയണം. ശിക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ശിക്ഷനാക്കുക. ഇതിൽ ഈ വചനം പറഞ്ഞ് പഠിപ്പിക്കുക, എന്നിട്ട് ശിക്ഷനാക്കിയിട്ടോ സ്നാനം കൊടുക്കണം. എന്നിട്ട് എന്ത് വേണം? എല്ലാ കൽപ്പനകളും അനുസരിക്കണം. ഏതെങ്കിലും ഒന്ന് പറഞ്ഞ് ഒഴിയാനൊന്നും പറ്റില്ല. എല്ലാം ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. അതുകൊണ്ട് ആകയാൽ പ്രിയമുള്ളവർ, നമ്മൾ നോക്കുക, ദൈവവചനത്തിൽ പാതി കളയവും പാതി എടുക്കുകയും ചെയ്യരുത്. പാതി കളയവും പാതി എടുക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ തന്നെയായാലും ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിലൊക്കെ പാതി കളയും. അങ്ങനെ എടുക്കരുത്. അങ്ങനെ ദൈവവചനം മൊത്തത്തിൽ നമ്മൾ അവലോകനം ചെയ്യണം. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അവലോകനം ചെയ്തിട്ട് അതിൻ്റെ അകത്ത് യാഥാർത്ഥ്യമുള്ളത് നമ്മൾ മറിച്ച് കളയാൻ പാടില്ല. അതിൻ്റെ ആകത്തുകയിൽ നിന്ന് നമ്മൾ കണ്ടൻസ് എടുക്കണം. എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കണം. നമ്മൾ പഠിക്കണം, തുറന്ന് പഠിപ്പിക്കണം. ആകയാൽ നമുക്ക് എല്ലാവർക്കും വചനപ്രകാരം ജീവിക്കാനായിട്ട് ദൈവം ഇടയാക്കി തീർക്കട്ടെ.